ഹായ്, എല്ലാവർക്കും എൻ്റെ വിഷുദിന ആശംസകൾ. വിഷുവായിട്ട് പടക്കം പൊട്ടിക്കുകയാണ് ഇറാൻ. ഭയങ്കര പടക്കം പൊട്ടിയിട്ടാണെന്നാണ് അറിയപ്പെടുന്നത്. മനുഷ്യജീവനൊന്നും ഒരു വിലയുമില്ല. അതിനിപ്പോൾ വല്ലതും പറഞ്ഞാൽ ഉടനെ കാക്കമാരെല്ലാം കൂടെ വന്നിട്ട് എന്നെ പൊങ്കാലിടും. എന്തിന് വെറുതെ മരവായിരിക്കണേക്കണം. എന്നാലും കഷ്ടമാണ് കേട്ടോ. എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ് ഇസ്രായേലിലുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ എനിക്ക് ഉറങ്ങാനേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. സൈറൺ മുഴങ്ങുമ്പം അണ്ടർഗ്രൗണ്ടിലേക്ക് ഓടണമെന്നും ആകെ ഭയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഇവിടെ നമ്മളവരെ സമാധാനം പറയുന്നുണ്ടെങ്കിലും നമുക്കൊരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യും? എന്താണ് വിദേശത്തൊക്കെ പെട്ടുപോയാലുള്ള അവസ്ഥ, പ്രത്യേകിച്ച് ഇങ്ങനെ ബോംബ് പൊട്ടിക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടുപോയുള്ള അവസ്ഥ. അവന്മാരും മോശമൊന്നുമല്ല, അങ്ങോട്ട് പോയി കൊത്തും ഇങ്ങോട്ട് കിട്ടും. പക്ഷേ വാസ്തവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുത്തുകളിൽ ഇതുപോലുള്ള കുറേ അധികം മനുഷ്യർ പെട്ടുപോകും എന്നുള്ളതാണ് വസ്തുത. നമുക്കിത് നിസ്സഹായരായി നോക്കിക്കൊണ്ട് നിൽക്കാനേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വലിയ കാര്യം അല്ലേ. അപ്പോൾ എല്ലാവരും വിഷു ആഘോഷിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു. ഇപ്പോഴാണ് ഉറക്കം എഴുന്നേറ്റിരിക്കുകയാണ്. അത്രയ്ക്കുണ്ടായിരുന്നു രാത്രി. ഹായ് സിദ്ധാർത്ഥ്. അപ്പം നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പോൾ ലൈവ് ഒന്നും നടക്കാത്തത് കൊണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ അപ്ഡേഷനുമായിട്ടൊന്നും വരാനൊക്കത്തില്ല. പിന്നെ വേണമെങ്കിൽ കുറച്ച് പഴയ കാര്യങ്ങൾ എടുത്തു വെച്ച് പറയാം. ഇന്നലെ ഞാൻ കുറച്ച് ഷോക്ക്ഡായിരുന്നു. ബിക്കോസ് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നുണ അത് മോഹൻലാൽ പറഞ്ഞതു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ദേഷ്യം. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു കുഴപ്പം പിടിച്ച മനുഷ്യനാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു വൃത്തിയോട് പറയുമെന്ന് എനിക്ക് തോന്നിയില്ല. സൈക്കോ കൂട്ടങ്ങളുടെ ഇടയിൽ പെട്ടുപോയ ജാസ്മിന് ബോധമില്ലേ എന്നൊക്കെ കുറേ അധികം കമൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു. വേണമെങ്കിൽ കമൻ്റ് ഒന്ന് റെഫർ ചെയ്യാം. പക്ഷേ അങ്ങനെ പറയുന്നവരോടൊരു ചോദ്യം, അതിനകത്ത് പെട്ട് നിൽക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നതായിരിക്കും സത്യമെന്ന് വിചാരിക്കാനല്ലേ തോന്നുള്ളൂ. കാരണം നമ്മുടെ സായി അതിനകത്ത് പോയിരിക്കുന്നത് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ്, അല്ല അവളെ സപ്പോർട്ടറായിട്ടല്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് സായിയുടെ പ്ലേ ആണെന്ന് തോന്നും. മാത്രമല്ല പുറത്ത് സായി അത്യാവശ്യം ക്രിമിനൽ ആണെന്ന് അവർക്കറിയാം. അവർ രണ്ടുപേരും കൂട്ടുകൃഷിക്കാരാണല്ലോ. മുമ്പ് സായി ഞാൻ ഇവളെ ടാങ്കോ സാധനം പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പിന്നെ നമ്മുടെ ഖൈസ് അൽകുണ്ടൂനെയും ഇവളെയും കൊണ്ട് ഒരു ചതുരംഗ പ്ലേ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിന്നത് ഒരു സുഹൃത്ത് കൊണ്ടുവന്ന് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നോക്കുമ്പോൾ ശരിയാണ്, അവൻ വളരെ വ്യക്തമായിട്ട് ഈ ടാങ്കോ കളിയും ടാങ്കോയ്ക്കകത്തുള്ളവരെയും ഒക്കെ അറിയാം. ഇവനും ടാങ്കോ ആപ്പിൻ്റെ ആളാണെന്ന് തോന്നുന്നു. എന്തായാലും കാറുവാഴയാണെന്ന് തെളിയിച്ചു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തനിക്കൊരു നിലപാടുണ്ട് എന്ന്, അതിപ്പോൾ ലാലായാലെന്ത് ഈശ്വരൻ നേരിട്ട് ഇറങ്ങി വന്നത് എൻ്റെ നിലപാട് ഇതാണെന്ന് വ്യക്തമായിട്ട് പറയണമായിരുന്നു. അത് ഗെയിമല്ല, ഇറ്റ്സ് നോട്ട് എ ഗെയിം സ്ട്രാറ്റജി. എനിക്ക് പുറത്തുള്ള കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, ഐ സെഡ് ഇറ്റ്. ഒരുപക്ഷെ അതിൽ നിന്ന് ഔട്ടാവുമായിരിക്കാം, പക്ഷെ അത് കറക്റ്റായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ അവൻ കൃത്യമായിട്ട് ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് ഞാൻ സമ്മതിച്ചു കൊടുത്തേനെ. ഞാൻ സമരസപ്പെട്ടേനെ. അവനുമായിട്ടുള്ള എല്ലാ പ്രോബ്ലവും ഞാൻ സോൾവ് ചെയ്തേനെ. ബിക്കോസ് എനിക്ക് കൂടുതൽ ദേഷ്യവും വൈരാഗ്യവും തോന്നിയത് സായിയോടാണ്. കാരണം അതൊരു ഗെയിം സ്ട്രാറ്റജി ആണോ എന്ന് വെച്ചാൽ യെസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അത്ര ഗതികേടിലാണോ നീ ഉള്ളത്? അപ്പം നിൻ്റെ ഈ ബെൻസ് കാറും ഒരുപാട് എല്ലാ മാസവും 4 ലക്ഷം രൂപ കവറപ്പൊക്കെ ഉള്ള ഇതുമൊക്കെ ഒന്നും അല്ലാതായിപ്പോയടാ. പണത്തിന് വേണ്ടിയിട്ടാണ്, അത് ഫെയിമിന് വേണ്ടി. നിനക്ക് എന്തിനാ ഫെയിമിന് കുറവ്? സായിക്ക് എന്താണ് ഫെയിം കുറവ്? സായി ഫേമസ് അല്ലേ? നെഗറ്റീവ് ഫെയിമോ അല്ലയോ? പക്ഷെ ഇതിപ്പോൾ എന്താണെന്നറിയാമോ, വൾഗറായ ഒരു ഫെയിമാണ് അവൻ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. വളരെ മോശമായ രീതിയിൽ തന്നെ ഇകഴ്ത്തിക്കൊണ്ട് ആ ഷോയിൽ തുടരുന്നിടത്ത് അയാളുടെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. അയാളുടെ അടുത്ത് പോയി വായും കീറി നോക്കിയിരിക്കുന്ന ആൾ എന്തെങ്കിലും ന്യൂസ് കിട്ടാനാണെന്നുണ്ടെങ്കിൽ ചില രീതിയിലേ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും സായിയെ നാണം കെടുത്താൻ തന്നെയാണ് ബിഗ് ബോസ് തീരുമാനിച്ചിട്ടുള്ളത്. അത് അവരുടെ സ്ട്രാറ്റജിയാണ് എന്നുള്ളത് ചുരുക്കം. ഇതിനകത്ത് ഞാൻ രാഷ്ട്രീയം പറയണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചില രാഷ്ട്രീയങ്ങൾ ഇതിനകത്തുണ്ട് തന്നെയാണ്. ചങ്കി ചാനലാണല്ലോ ഓൾറെഡി. ചന്ദ്രശേഖരൻ്റെ ചാനൽ പിന്നെ മങ്കി ചാനലാവത്തില്ലല്ലോ. തീർച്ചയായിട്ടും സംഘികളെ ആക്രമിക്കുന്ന സായിക്ക് അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ലേബൽ കിട്ടുമല്ലോ. സായി സംഘികളെ ആക്രമിക്കുന്ന സംഘിസം ഇല്ലാഞ്ഞിട്ടല്ല, സായി കട്ട സംഘിയാണ്. സായിയുടെ അടുത്ത് സംസാരിച്ചാൽ മനസ്സിലാവും. അത് ഒരുപക്ഷെ ഏഷ്യാനെറ്റുകാർക്ക് അറിയാത്തത് കൊണ്ടാണ്. സായി കട്ട സംഘിയാണ്, വെറും കൂറ സംഘിയാണ് അവൻ. പക്ഷേ അവൻ സംഘികളെ ആക്രമിക്കുന്നത് മലപ്പുറത്ത് ദേശത്തായതുകൊണ്ടാണ്. മലപ്പുറത്തുള്ളവരുടെ ഒരു വോട്ട് അല്ലെങ്കിൽ അവരുടെ ഒപ്പം ഒന്ന് നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ കാണിക്കുന്ന പേക്കൂത്ത് മാത്രമാണത്. ആ കൂട്ടരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ. ഇപ്പം തന്നെ കണ്ടില്ലേ, താലിബാൻ തീവ്രവാദികൾക്ക് ഒരു വക ബോധം ഉണ്ടാവത്തില്ല. പിന്നെ ഞാൻ ഇന്ന് ന്യൂസിൽ കണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ റഹീമോ അങ്ങനെ ഒരു തന്നെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് 34 കോടി രൂപ ശേഖരിച്ച നമ്മളുടെ ബോച്ചെ അണ്ണൻ അങ്ങ് വാനോളം പുകഴ്ത്തി. മിക്കവാറും മുഹമ്മദ് നബിക്ക് ഇപ്പറായിരുന്നു വെച്ചാൽ ബോച്ചെ എന്ന് പറയുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഒരു വ്യക്തത വരുത്താനായിട്ട് പലരും പല രീതിയിലൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് തന്നെ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്, ഒരു മതവികാരം ഉണർത്തി വിടുന്നുണ്ട്. നിമിഷ പ്രിയയോ അങ്ങനെ കണ്ട ഒരു കുട്ടി കിടപ്പുണ്ടല്ലോ. അപ്പം അതിനകത്തൊരു വ്യത്യസ്തത, എനിക്ക് മനസ്സിലായ ഒരു വ്യത്യസ്തത പറയാം. ഒരു കാരണവശാലും താലിബാനികൾക്ക് സപ്പോർട്ട് പറയുന്നതായിട്ട് നിങ്ങൾ തെറ്റിപ്പോലും ധരിക്കരുത്. എനിക്ക് അങ്ങനെ ഒരു വശം ഇതിനകത്തില്ല. എൻ്റെ ഭാഗം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 22 വർഷത്തോളം വിദേശത്തായിരുന്നു. അപ്പം നമ്മുടെ രാജ്യം എന്താണെന്നും അതിൻ്റെ ഐക്യം എന്താണെന്നും ആ രാജ്യത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നും ഒക്കെ മറ്റ് രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് കൂടുതൽ മനസ്സിലാകും. നമ്മുടെ രാജ്യത്തിന് ഒരുപാട് പ്രിവിലേജ് ഉണ്ട്, ഒരുപാട് അക്സെപ്റ്റൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് രാജ്യങ്ങളെ പിന്തള്ളി മുൻനിലയിൽ നിൽക്കുന്നവരാണ്. പക്ഷേ എന്തുകൊണ്ടെന്നറിയത്തില്ല, വളരെ സ്ലോ മൂവിങ് ആണ് പുരോഗമനം എന്നൊരു സാധനം. ആ പുരോഗമനത്തിൻ്റെ സ്ലോ മൂവിങ് ഒന്നുകൊണ്ട് മാത്രം നമ്മൾ താഴെപ്പെട്ട് നിൽക്കുന്നു എന്നൊരവസ്ഥയാണ്. പിന്നെ ഇവിടുത്തെ പൊളിറ്റീഷ്യന്മാർ അട്ടർ വേസ്റ്റുകളാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ താഴെപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ 4 ദിക്കിൽ നിന്ന് ആളുകൾ പൂട്ടിയാൽ നമ്മൾ നിലനിൽക്കും, നമ്മൾ ജീവിക്കും, നമ്മൾ അതിജീവിക്കും. അതാണ് നമ്മൾ. അത് അറിയാൻ പാടില്ല. നമ്മുടെ ശക്തി എന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. എല്ലാവർക്കും അവനവൻ്റെ കുടുംബം നന്നാക്കണം, അവനവൻ്റെ കുടുംബം രക്ഷപ്പെട്ട് നിൽക്കണം. മറ്റുള്ളവൻ എന്ത് വന്നാലും ഒന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്നതിൽ 1% കൊടുക്കണമെന്ന് പറയുമ്പോൾ നവോത്ഥാന നായകനെന്ന് ഞാൻ അവകാശപ്പെടുന്ന മുഹമ്മദ് നബി എത്ര ഗ്രേറ്റ്ഫുള്ളായ ഒരു ചിന്താഗതിയാണ് മുന്നോട്ട് വെച്ചതെന്ന് ഓർക്കുക. ഉണ്ടാക്കുന്നവൻ അവൻ്റെ 2% മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. അത് അവരുടെ ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ് എന്ന് പറഞ്ഞെടുത്തൊരു ഗ്രേറ്റ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഐ ഡു ഫീൽസ് ദ സെയിം. അതേ നാടിൽ അതേ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മഹത്വവചനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഇവർക്ക് 34 കോടി രൂപയാണ് എൻ്റെ മകന് പകരമായിട്ട് എനിക്ക് കിട്ടേണ്ടതെന്ന വാശി. ഒരു കാരണവശാലും 70 ലക്ഷം രൂപ സമാഹരിക്കാൻ പറ്റാത്തവർക്ക് 34 കോടി ഒരു കാരണവശാലും നടക്കത്തില്ല എന്ന് പറയുന്നിടത്ത് ഇന്ത്യയുടെ അഖണ്ഡത അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിൻ്റെ ഒരു യുണൈറ്റി നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ യുണൈറ്റഡ് ആണ്. അത് നമ്മൾ ഈ ഒരു രീതിയിലാണെങ്കിൽ അല്ലെങ്കിലും നമ്മൾ യൂണിറ്റി കാണിക്കുക തന്നെ ചെയ്യും. ഇതിനകത്തൊരു വർഗീയത കൊണ്ട് കുത്തിത്തിരിക്കുന്നവരോടത്ത് എനിക്കൊരു ചോദ്യമുണ്ട്. 2 പേരും ചെയ്ത മിസ്റ്റേക്കുകൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. നിമിഷ പ്രിയ പെൺകുട്ടിയുടെ പേര് കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു പെൺകുട്ടി ജയിലിൽ കിടപ്പുണ്ടല്ലോ, യമനിയെ കൊന്നിട്ട് ജയിലിൽ കിടക്കുന്നത്. ഇതിൽ 2 വ്യത്യസ്തതയുണ്ട്. ഒന്ന്, ഈ പറയുന്ന ആൾ ഇപ്പം പുറത്തേക്ക് വരാൻ 34 കോടി ബ്ലഡ് മണി കൊടുത്തിട്ട് പുറത്തേക്ക് വരാൻ നിൽക്കുന്നവന് ഒരു കയ്യബദ്ധമാണ് എന്നുള്ളത് തെളിഞ്ഞ കാര്യമാണ്. നമ്മളല്ല തെളിയിച്ചത്, അവിടുത്തെ കോടതി തന്നെ തെളിയിച്ചതാണ്. അല്ലെങ്കിൽ ദ വെരി നെക്സ്റ്റ് മൊമെൻ്റ് അവൻ്റെ തല വെട്ടപ്പെടുമായിരുന്നു. കയ്യബദ്ധത്തിലായതുകൊണ്ടാണ് 18 വർഷം വരെ അത് നീണ്ടുപോയതും പിന്നെയും വാദിച്ച് 18 വർഷം വരെ അവൻ അത് അനുഭവിക്കുകയും ചെയ്തു. അവൻ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അവൻ്റെ ഒരു കയ്യബദ്ധത്തിന് അവൻ അനുഭവിച്ചും കഴിഞ്ഞു. സോ അവന് റിലീസ് അത്യാവശ്യമാണ്. അത് ബ്ലഡ് മണി കൊടുത്തിട്ടായിരിക്കരുത്. നമ്മളുടെ ആഭ്യന്തര കാര്യാലയം സംസാരിച്ച് ഇടപെടൽ നടത്തി അവനെ റിലീസ് ചെയ്ത് കൊണ്ടുവരണം. ഒരു ഉദാഹരണത്തിന്, ഇറ്റലിയിലെ പൗരന്മാർ ഇവിടെ വന്നിട്ട് ഈ നമ്മുടെ കടപ്പുറ സൈഡിൽ 2-3 വെടിവെച്ച് അങ്ങ് കൊന്നു കളഞ്ഞു, ഓർമ്മയുണ്ടോ? കപ്പലിൽ. അതിനെ ഇറ്റലിക്കാരെങ്ങനെ തൂക്കിക്കൊണ്ടുപോയെന്ന് നിങ്ങൾ കണ്ടോ? അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. നമ്മൾ അത്രയും ശക്തരാണ് എന്നുള്ളതാണ് വസ്തുത. നമ്മൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം. നമ്മുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വളരെ ചുരുക്കം നേതാക്കളെ നമുക്കുണ്ടായിരുന്നുള്ളൂ. അതിലൊന്നാണ് മൻമോഹൻ സിംഗ്, പിന്നെ ഒരാളാണ് ഇന്ദിരാഗാന്ധി. ഇവർക്ക് 2 പേർക്കും ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ ശക്തി എന്താണെന്നും നല്ല ബോധ്യമുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ എന്ത് സുനായി അവർക്ക് മൈൻഡ് കപ്പില്ല. പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിക്ക് തീരെ ഇല്ലായിരുന്നു. നിങ്ങൾ യുദ്ധക്കപ്പൽ അയച്ചാൽ തിരിച്ചു പോകണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ നിശ്ചയിക്കും എന്ന് പറയുന്നിടത്തോളം തൻ്റെ ഇടം ഇനിയൊരു ഭരണാധികാരിയിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും തുണിച്ചലോടുകൂടി BBC വേൾഡിനൊക്കെ പോയിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കാനും തക്കവണ്ണം ആപ്റ്റായ മറുപടി കൊടുക്കുന്ന ഒരു ഭരണാധികാരി ഇനി ഉണ്ടാകണം അത്രേ. അത് എൻ്റെ ഒരു വാക്കാണ്. അതൊരു വിമൺ പവറായിട്ട് ഞാൻ കണക്കാക്കുകയും ചെയ്യുന്നു. സോ ഇതിനകത്ത് മറ്റേ കൊച്ചു ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഒരുത്തനുമായി പ്രണയത്തിലേർപ്പെടുന്നു, ഭർത്താവും കുട്ടിയും നാട്ടിൽ ജീവിച്ചിരിക്കുക, അവനുമായി ആ ഒരു ബന്ധത്തിലേർപ്പെടുന്നു. അത്യാവശ്യം ഈ എന്താ പറയണേ, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൃത്തികെട്ട ടേമിലേക്ക് അവൾ പോവുകയാണ്. ആ ഒരു ടേമിൽ പോയ ഒരു സ്ത്രീക്ക് സംഭവിക്കാവുന്ന ഒരു ചെറിയ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഷീ ഡിസേർവ് എ ഡെത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് എന്തെങ്കിലും മനുഷ്യത്വ രഹിതമുണ്ടെന്ന് തോന്നിയാൽ ആ മനുഷ്യൻ്റെ വീട്ടുകാർക്ക് ഫീലിങ്സ് ഇല്ലേ? 70 ലക്ഷം രൂപ സമാഹരിക്കാൻ അത്ര പാടൊന്നുമില്ല. അത് ചെയ്തു കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു വടംവലിയുണ്ട് അതിനകത്ത്. എനിക്ക് ഒരു കാരണവശാലും ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ തോന്നാറില്ല. എന്നിട്ടും മനുഷ്യത്വപരമായിട്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്ന ആ ഒരു ശിക്ഷ ആ കുട്ടി അനുഭവിക്കട്ടെ എന്നുള്ള ടേമല്ലാതെ അതിനെ വെറുതെ വിടണമെന്ന് ഞാൻ പറയുകയില്ല. എത്രയോ ഉപാധികളുണ്ടായിരുന്നു. അവനെ കൊന്ന് പെട്ടിക്കകത്താക്കി കുഴിച്ചിടുന്നതിന് എത്രയോ നന്നായിരുന്നു. ആ വിഷയമേ വേണ്ട, ലീവ് ഇറ്റ്. നാട്ടിലേക്ക് പോരൂ. നമ്മുടെ നാട് അത്രയും സുന്ദരമല്ലേ, ഇവിടെ വന്ന് ജീവിച്ചൂടെ? ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, പണ്ട് രാജാക്കന്മാർക്ക് പോലും ഇല്ലാത്ത വസതി, അതായത്
നമ്മുടെ ഒരു പൂർവ്വപിതാക്കന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ തന്നെ കാര്യം എടുക്കാം. ഫാൻ ഉണ്ടായിരുന്നു അവന്മാർക്ക്. നമ്മൾ എ സിയിലൊക്കെ കിടന്നുറങ്ങുന്ന രീതിയിലേക്ക് വസതി വളർന്നിരിക്കുകയാണ്. അത്രത്തോളം ഇല്ല എങ്കിലും പണ്ടത്തെ രാജാക്കന്മാർ ജീവിച്ചിരുന്ന സുഭിക്ഷതയിലേക്ക് ഇന്നത്തെ ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാർ ജീവിക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. കാലം മാറി. അന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യർ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം വസതിയും ഗ്രേറ്റ്നെസ്സും ഉള്ള നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശുദ്ധ പോക്രിത്തരമാണ്. 4 കൊപ്പം ജീവിക്കാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. നമുക്കൊപ്പം 4 കൊപ്പത്തിന് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ടേം ആവേണ്ടത്. അതായത് ഉള്ളിടത് കൊണ്ട് നമ്മൾ ഓണം പോലെ ജീവിക്കാൻ ശ്രമിച്ചു നോക്കൂ. സ്വസ്ഥമായി ജീവിച്ചു പോകാൻ പറ്റും. കുറേ കാണിക്കണം. ഈ 2 നിലയും 3 നിലയും വീട് കെട്ടുന്നവർക്ക് ഉദ്ദേശ ലക്ഷ്യം എന്താണ്? അവർക്ക് അത്രയും വസതി വേണമെന്നാണോ? ഉറങ്ങാൻ ഒരു സ്ഥലം, ബാത്റൂം, കിച്ചൺ, അതിനപ്പുറം ഇത്രയും വസതിയും ഇത്രയും ഇത് കാണിക്കുന്ന എന്തിനാണ്? ഞാൻ ഭയങ്കര സംഭവമാണ്, ഐ ഹാവ് ദിസ് മച്ച് മണി എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതല്ലേ? അത്തരം കാണിക്കലുകളിലേക്ക് നിങ്ങളും പോയി വീഴുന്നതാണോ ഗ്രേറ്റ്നസ്? നാളെ ഒരു പ്രശ്നം വന്നാൽ ഈ കെട്ടിപ്പൊക്കിയ വീടും ഈ സൗധവും ഉണ്ടാവുമോ? ഒരു നല്ല ഭൂകമ്പം വന്നാൽ ഇതെല്ലാം ഇടിഞ്ഞ് താഴോട്ട് പോകുന്ന സിനാരിയോ നമ്മൾ കണ്ടതാണ്. 1 കോടി രൂപ ഉണ്ടാക്കിയ ഒരു വീടുണ്ടാക്കിയ വയനാട്ടിൽ ഇടിഞ്ഞ് താഴ്പോട്ടങ്ങ് പോയി. എന്ത് ചെയ്ത് ഈ 1 കോടി രൂപ കുഴിച്ചിട്ടതുപോലെ ആയില്ലേ? അത്രയേ ഉള്ളൂ. ഇത് നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കപ്പെടാവുന്ന ഒരു സാധനമാണ് എന്നൊരു ബോധം പോലും ഇല്ലാതെയാണ് ആളുകൾ ബംഗ്ലാവ് കെട്ടിപ്പൊക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയത്തില്ല. ഇനി വീട് കെട്ടി വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് അതൊരു ഇൻകമാണെന്നെങ്കിലും പറയാം. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാണിപ്പുകൾ? ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ടും ഇത് കണ്ട് ശീലിക്കുന്നത് കൊണ്ടുമാണ് പലയിടങ്ങളിലും ഈ കോമ്പറ്റീഷൻ ലെവലിൽ വന്നിട്ട് നിസ്സാര പൈസയ്ക്ക് പോലും വിദേശ രാജ്യങ്ങളിൽ പോയി പെട്ടുകിടക്കുന്നത്. ഇന്നലെ സത്യത്തിൽ ഉറങ്ങാൻ സാധിച്ചില്ല. ഇസ്രായേലിൽ പോയി നിന്ന് ആ കുട്ടി ചെയ്യുന്ന ജോലി നഴ്സിംഗ് ആണ്. അത് ഇവിടെ ചെയ്താൽ അതിന് ആപ്റ്റായ വരുമാനം ഇവിടെ ഇല്ല. അതുകൊണ്ട് അത് അവിടെ പോയി. പക്ഷെ ഇവിടെ ചെയ്യുന്ന ആ തുകയിൽ ചുരുങ്ങി ഒതുങ്ങാൻ ആ കുടുംബം തയ്യാറായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു ദുർവിധി ഉണ്ടാകില്ലായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. പക്ഷെ സംഭവിക്കുമോ, ഞാൻ മരിച്ചു പോകുമോ, എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ കഴിയാതെ എനിക്ക് മരണപ്പെടേണ്ടി വരുമോ എന്നുള്ള ആ ഒരു ഏക്കമുണ്ടല്ലോ, അത് ഒരമ്മയ്ക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വേദനയാണ്. അപ്പോൾ അത് ഇന്നലെ ഞാൻ ശരിക്കും അനുഭവിച്ചൊരു കാര്യമാണ്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ഈ പയ്യൻ ചെയ്ത മിസ്റ്റേക്കിന് 34 കോടി രൂപ കൊടുക്കുന്നത് അട്ടർ നോൺസെൻസ് ആണ്. അത് ഒരു വിഭാഗത്തിനെ ഇകഴ്ത്തുകയും കളിയാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരത് അർഹിക്കുന്നു എന്നാണ്. നിങ്ങളുടെ മതം പഠിപ്പിച്ച ഒരു കാര്യവും ഫോളോ ചെയ്യാത്ത ഒരു വൃത്തികെട്ട സമൂഹമാണ് സൗദി എന്ന് ഞാൻ പറയും. 34 കോടി രൂപ നമ്മളുടെ പൈസ വാങ്ങിച്ചെടുക്കാനും മാത്രമേ ഉള്ളൂ അവരുടെ കുഞ്ഞിൻ്റെ വാല്യൂ. ആ കുട്ടി സുഖമില്ലാത്തൊരു കുഞ്ഞായിരുന്നു. ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ അത് ജീവിച്ചു പോകുന്നതിനേക്കാൾ അത് സ്വർഗത്തിലെത്തി എന്ന് സമാധാനിക്കുകയും അവന് മാപ്പ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ ഗ്രേറ്റ്നെസ് വരും എന്നുള്ളത് തർക്കമേ ഇല്ല. ഇന്നലെ ഒരാളുടെ വീഡിയോ കണ്ടു. അയാൾ പറയുന്നത് കുറച്ച് വേദനയോടുകൂടിയാണ് കേട്ടതെങ്കിൽ അയാൾ പറഞ്ഞത് കൃത്യമായിട്ട് എനിക്ക് തോന്നി. ചെകുത്താൻ പറഞ്ഞു അവർ ഡിസേർവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ശാപമാണ്, കർമ്മയാണ് അവർക്ക് കിട്ടിയത്, ആ കുഞ്ഞിനെ കിട്ടിയത്. കാരണം ഇത്രയും റൂഡായ വ്യക്തികൾക്ക് അങ്ങനെ തന്നെ കിട്ടണം എന്നുള്ള ഒരു രീതിയാണ് ചെകുത്താൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര വിഷമം തോന്നിയെങ്കിലും ആപ്റ്റായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു അതിൻ്റെ റിയാക്ഷനാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. 34 കോടി രൂപ വാങ്ങിച്ച് അയാളെ പുറത്തേക്ക് വിടുമ്പോൾ അവർ നശിപ്പിക്കുന്നത് ആ കുട്ടിയുടെ വാല്യൂ ആണ്. അതോടൊപ്പം തന്നെ ഇസ്ലാം മതത്തിൻ്റെ മുഖവും കൂടിയാണ് അവർ വികൃതമാക്കുന്നത്. അത് മനസ്സിലാക്കാതെയാണ് പലരും സംസാരിക്കുന്നത്. ഇനി യമനിലെ കാര്യം, 70 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ജെനുവിൻ ടോക്കാണ്. 100,000 ഒക്കെയാണ് ടോട്ടലി ഒരു ആക്സിഡന്റ് കേസിലൊക്കെ ദുബായി വാങ്ങിക്കുന്നത്. ആ ബ്ലഡ് മണി ഡയറക്റ്റ് അവരുടെ കുടുംബാംഗങ്ങൾക്കാണ് കൊടുക്കുന്നത്. ആ മനുഷ്യൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും. അതായത് അയാളുടെ ഇപ്പം നമ്മളൊരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മരണപ്പെട്ടാൽ നമ്മളുടെ ജോലി, ഡെസിഗ്നേഷൻ, ഇതിനെയൊക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു എമൗണ്ട് ഒരു ഡിസൈഡ് ചെയ്യുക. എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കത്തില്ല. ഇത്ര നാൾ ജീവിച്ചിരുന്നാൽ ഇത്ര ബെനിഫിറ്റ് അവനെ കൊണ്ട് നമ്മുടെ കുടുംബത്തിനുണ്ടാവുമ്പോൾ ആ ബെനിഫിറ്റ് നമുക്ക് തന്ന് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഈ ബ്ലഡ് മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുബായ് അത് നിത്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. 100,000 ദിർഹംസ് ആണ് അവിടുത്തെ ഒരു രീതി. ഏകദേശം ഒരു എത്ര വരും, 20 lakhs അങ്ങനെ എന്തോ ആണ്, എനിക്കത് കറക്റ്റ് എത്രയെന്ന് അറിയത്തില്ല. 20 lakhs, ഓൾമോസ്റ്റ് 20 lakhs ഒക്കെയാണെന്ന് തോന്നുന്നു. സോ 70 lakhs യമൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് കൊടുത്ത് അവളെ റിലീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. പക്ഷെ അത് ചെയ്യേണ്ടത് അവരുടെ കുടുംബം മാത്രമാണ്. മറ്റുള്ളവർക്ക് അതിനകത്തൊരു ഇതുമില്ല. കാരണം ഷീസ് എ ക്രിമിനൽ, ഷീസ് എ ബോൺ ക്രിമിനൽ ആണ്. അവൾ നാളെ വീട്ടിലേക്ക് വന്നാലും അവളുടെ കാര്യസാധ്യത്തിന് അവൾ ഇനിയും കൊലകൾ ചെയ്യാം. ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അബദ്ധമല്ല അവൾ ചെയ്തിട്ടുള്ളത്, കൈപ്പിഴവല്ല അവൾ ചെയ്തിട്ടുള്ളത്. ഒരു പുരുഷനെ ചേച്ചി ഇന്ന് ടോപ്പിക് എന്താ? ഐ ജസ്റ്റ് കെയിം ഇൻ, നത്തിങ്, ജസ്റ്റ് ടോക്കിംഗ്. വിഷു ആണ്. വിഷു റിലേറ്റഡ് പാലസ്തീൻ, ഇസ്രായേൽ, ഇറാൻ പ്രശ്നവും അതിൻ്റെ കൂടെ ആ ഒരു 34 കോടി രൂപ അതിനെ പറ്റിയാണ് പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കൊന്നും ആയിരിക്കത്തില്ല. സോ ഐ ജസ്റ്റ് വാണ്ട് ടു സ്പീക്ക് വിത്ത് യു, ദാറ്റ്സ് വൈ ഐ കെയിം.
സോ അതിനകത്ത് പലരും പറയുന്ന രീതിയിലുള്ള ഒരു മറ്റൊരു പോയിന്റ് ഒരിക്കലും ഇതിനകത്തില്ല. ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരാളുടെ ജാതിയോ ഒന്നും അതിനകത്തില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട. ഇവിടെ ഇസ്ലാമിനെതിരെ സംസാരിച്ച അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ നേരിടേണ്ടി വന്ന ഒരു സൈബർ ബുള്ളിങ്. ഞാൻ മതം വിട്ടിട്ടില്ല, മതത്തിന് എഗൻസ്റ്റ് അല്ല, ഒന്നും അല്ലായിട്ട് പോലും സൈബർ ബുള്ളിങ് കൊണ്ട് എന്നെ കൊല്ല ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ. എനിക്ക് അവിടെ പ്രോബ്ലം ഇല്ലായിരുന്നെന്ന് ഓർത്തുള്ള അങ്ങനെ ഒരു മതവാദി അല്ലെങ്കിൽ മത തീവ്രവാദി പിന്നെ ഗ്രൂപ്പിന് എഗൻസ്റ്റ് സംസാരിച്ച ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എന്നിൽ നിന്ന് മാറി നിൽക്കുകയേ ചെയ്തുള്ളൂ. അവരാരും ശത്രുക്കളായി എന്ന് ഞാൻ ഇപ്പോഴും പറയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ എവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ നിലനിന്ന് എന്നെ ആരും കൊല്ലാനും പിച്ചാനും തിന്നാനും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. സോ അവർ കൈൻഡ്ഫുൾ ആണ്. പക്ഷെ അത് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളാണെന്ന് മാത്രം ഓർക്കുക. വിദേശത്ത് ആ ഒരു രീതിയില്ല, ആ ഒരു ഫോം അല്ലെങ്കിൽ ഇസ്ലാം എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞ് തീർത്തുകൊണ്ടും സൗദിക്കാരെ ബൂസ്റ്റപ്പ് ചെയ്യുന്നവർക്കും ഇത് നല്ലൊരു തിരിച്ചറിവിൻ്റെ പാതയാണ്. ഇത് നല്ലൊരു തിരിച്ചറിവാണ്. ദേ ആർ ക്രിമിനൽ എന്നുള്ളതിൻ്റെ നല്ലൊരു തിരിച്ചറിവാണ്. താലിബാനികൾ എത്രയോ ഭേദമെന്ന് തോന്നും. ഇത്ര രൂപ നമ്മുടെ പണമാണ് പോകുന്നത്. 34 കോടി രൂപ എന്തിന് ഇവറ്റകൾക്ക് കൊടുക്കണം? പകരം ഇപ്പോഴുള്ള ഭരണാധികാരിയുടെ ഏറ്റവും കെടുകാര്യസ്ഥതയാണ് ഈ കാണുന്നത്. അയാൾ സ്ട്രോങ് ആയിട്ട് അതിന് സംസാരിക്കണമായിരുന്നു. 1 കോടി രൂപയൊക്കെ പോട്ടെ എന്ന് വെക്കാം, അത് ആ കുടുംബത്തിന് കൊടുക്കേണ്ട കോമ്പൻസേഷനാണ്. ഈ പറഞ്ഞ പയ്യൻ ഇരിക്കുന്നതിടത്തോളം അവർക്ക് ചിലവല്ലേ? അവർക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ട് മറ്റൊരാളെ ഏൽപ്പിച്ച അവർക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടി മരണപ്പെടുമ്പോൾ ആ കുട്ടിക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ 34 കോടി രൂപയാണ്. ഇവനൊക്കെ തിന്നാതെ ഇറങ്ങുമോ? എത്രയാണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തതാണെന്ന് പറഞ്ഞാൽ മണി ഈസ് മണീനോ? ആ പാവപ്പെട്ടവൻ്റെ ജീവൻ്റെ വിലയായിട്ട് അവർ കണക്കാക്കുന്ന 34 അവരവരുടെ സ്വന്തം കുഞ്ഞിനെ പോലും കളിയാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ആധികാരികമായി പറയുന്ന ഇവൾ ഏതാണ്? ഇവരെ ഇതുവരെയും കണ്ടിട്ടില്ല. സുശാന്ത് രവി ഏതാണ്? ഞാൻ സുശാന്ത് രവിയെ ഇതുവരെയും കണ്ടിട്ടില്ല. എന്തായാലും ആധികാരികമായി ഞാൻ പറയുന്നെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാവുന്നില്ലേ? നിനക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ പൗരയാണ് ഞാൻ. എൻ്റെ കയ്യിലുള്ള ആധാർ കാർഡ് ഞാൻ ഈ നാട്ടിലെ പൗരത്വം വെളിപ്പെടുത്തുന്നു. ആൻഡ് ഐ ഡു ഹാവ് എനി മോർ ഐഡൻറ്റിറ്റി അബൌട്ട് മൈസെൽഫ്. അതായത് ഞാനൊരു ഇസ്ലാം വനിതയാണ്. ആൻഡ് ദ സെയിം തിങ് ആൻഡ് ഐ എം ഇന്ത്യൻ നാഷണൽ. മനസ്സിലായോടാ? നിന്നെ പോലെ അനാവശ്യ സമയത്ത് കയറി ഡയലോഗ് അടിക്കുക എന്നുള്ളതല്ല. ആൻഡ് ദിസ് ഈസ് മൈ ചാനൽ. യു ഡോണ്ട് വാണ്ട് ടു സിറ്റ് ഹിയർ, ജസ്റ്റ് ഫക്ക് ഓഫ്. അത്രേ ഉള്ളൂ. ലോ ബ്രൈറ്റ്നസ് വാട്ട് ഡു വെട്ടമില്ല, അതാണ് ട്രൂ ഓൺ ദ പോയിന്റ്. ദാറ്റ്സ് ഇറ്റ്. സി ഇതിനകത്ത് പറയുന്നത് ഇനി ഇവനെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ വല്ലതും തിരിച്ചു പറയാം. ചോദിച്ചപ്പോടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്തൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ ക്രിമിനലാണ്. ഷാജി പ്ലീസ് എൻ്റെ ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യുമോ ഗ്രൂപ്പിൽ? ഒരാൾ ക്രിമിനലാണ്, പക്കാ ക്രിമിനലാണ്. ആ ക്രിമിനലിനെ റിലീസ് ചെയ്യാൻ 75 ലക്ഷം രൂപ കവറപ്പ് ചെയ്യാൻ പറ്റിയില്ലെന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം സംഘിസവും സംഘികളുടെ ഒരു യൂണിറ്റി മനസ്സിലാകുന്നില്ലേ? ഇപ്പുറത്ത് ശതമാനത്തിൽ കുറഞ്ഞു നിൽക്കുന്നവരുടെ യൂണിറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇതിനകത്ത് ബോച്ചെ ഏതാണ് കമ്മ്യൂണിറ്റി? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വന്നു എന്ന്. ഈ ബോച്ചയ്ക്ക് ഇതിനകത്തൂടെ പല കാര്യങ്ങൾ സാധിക്കാനുണ്ട്. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ല. ഇച്ചിരി കള്ളപ്പണം വെളുപ്പിക്കണം. ഇനിയിപ്പം ഇന്ന് തന്നെ ആഹ്വാനം വന്നു കഴിഞ്ഞു ബോച്ചയുടെ ജുവല്ലറിയിൽ നിന്ന് സ്വർണം എടുക്കണമെന്ന്. ഹീസ് എ ബിസിനസ് മാൻ. ഹീ നോ ഹൗ ടു ഡു ബിസിനസ്. അതുകൊണ്ടാണ് അയാൾ ആ ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. എന്ത് കോമാളിത്തരം കാണിച്ചിട്ടാണെങ്കിൽ എനിക്ക് ബിസിനസ് കിട്ടണം. അതാണ് പുള്ളിയുടെ ഒരു നേച്ചർ. ഒരു പരിധി വരെ നടങ്ങിയിരുന്നായിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും തുള്ളിക്കൊണ്ട് ഇറങ്ങും. അയാൾ കാണിക്കുന്ന ഡബിൾ മീനിങ്ങും ഡുബിൾ മീനിങ്ങും. എനിവേ എന്തെങ്കിലും നല്ലത് കാണിച്ച് നമ്മൾ മോശം പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മളെ കയറി പൊങ്കാലയിടാൻ വരേണ്ട കാര്യമില്ലല്ലോ. എനിവേ എന്തു ഇത് ഇതൊക്കെ പോയാ കംപ്ലീറ്റ് പോയാ? സോ ഈ 2 വ്യത്യസ്തത നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ഒരാൾക്ക് ഒരു അബദ്ധം പറ്റി 18 വർഷത്തോളം ജയിലിൽ കിടന്ന മനുഷ്യനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ശ്രമം. 4 കോടി രൂപ എന്തോ ആണ് മലപ്പുറം കൊടുത്തത്, 2 കോടി കൊടുത്തത് കോഴിക്കോട്, അങ്ങനെ ഓരോരുത്തരായിട്ട് കൊടുത്തു എന്നുള്ളത്. നമ്മൾക്ക് ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്? ആൾക്ക് 1 രൂപ ഇട്ട് വെച്ചിട്ടാലും സംഗതി ഇത്ര എത്തും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. അയാൾ ഇറങ്ങി വരട്ടെ, അയാൾ ഇറങ്ങി വരണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരു റോങ് രീതിയാണ്. ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട രീതി തന്നെയാണ് ഇത്. അപ്പോൾ ഇതിനെതിരെയാണ് നമ്മൾ നിൽക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വിദേശകാര്യമന്ത്രി എന്ന് പറയുന്ന ആൾ വെറും പഴമാണ് എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ് ഇത്. ക്യാഷ് പിരിച്ച് അവന് കൊണ്ടുപോയി കൊടുത്ത് അവനെ ഇറക്കിക്കൊണ്ടുവരുന്ന കേമത്തരമല്ല, വിഡ്ഢിത്തം മാത്രമാണ്. നമ്മളുടെ നിയമപാലകരെ അല്ലെങ്കിൽ നമ്മളുടെ ആഭ്യന്തര വകുപ്പിനെ കൂടെ കളിയാക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു എംബസി ഉണ്ടെങ്കിൽ അതും പാഴാണ്. മൊത്തത്തിൽ പാഴ് ജന്മങ്ങൾക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ചേച്ചി, ഈസ് ദിസ് 34 crores കം അണ്ടർ ചാരിറ്റി? ഈസ് ഇറ്റ് ടാക്സബിൾ? നോ, ചാരിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അതറിയാമല്ലോ. അതിൻ്റെ കൂടെ കുറേ അധികം പൈസയും കൂടെ വരും. അതും വെളുപ്പിക്കും അവർ. വൈറ്റ് വാഷ്, അത്രയേ ഉള്ളൂ.
മൗനമായി അനുവാദം കൊടുക്കും. ബിക്കോസ് ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ബോച്ചയല്ലേ, അയാളെ തൊടുമ്പോൾ ഇച്ചിരി പേടിക്കണ്ടേ, അത്രയേ ഉള്ളൂ. അയാൾക്ക് എന്തും ബിസിനസ്സാണെന്ന്, എവറിത്തിങ് ബിസിനസ്സാണ്. അല്ലാണ്ട് മനുഷ്യപ്പറ്റോടുകൂടി ചെയ്തതിന് അയാളതിൽ 34 കോടി ഉണ്ടാവില്ല, അതങ്ങ് കൊടുത്താൽ പോരെ. അയാളിത് ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ജസ്റ്റ് ആളുകളുടെ മുമ്പിലൊന്ന് വലിയ ആളാവുക, കുറച്ച് പൈസ വെളുപ്പിക്കുക, അതിനപ്പുറം ഒന്നുമില്ല. ഇനി ഇതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്നാ പോച്ചേ, എൻ്റെ ബാക്കി കുളിച്ചതും കൂടെ ഞാൻ എടുത്ത് വിളമ്പും കേട്ടോ. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാമല്ല, വെറുതെ ചൊറിയാൻ വരണ്ട കേട്ടോ, ഞാൻ മാന്തി വിടും. പിന്നെ ഇന്നലത്തെ ബിഗ് ബോസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നലെ ബിഗ് ബോസ് ചെയ്തതിന് എഗൻസ്റ്റ് ആയിട്ട് ആരൊക്കെ വന്നിട്ട് മോഹൻലാലിനെതിരെ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഇനി മോഹൻലാലിൻ്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ മൂക്കി കയറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ, ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന എനിക്ക് മോഹൻലാലിനെ പറ്റി പറയാനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ തരാം. മാമനപുരം ബസ് റൂട്ട് കണ്ടവർ എത്ര പേരുണ്ട്? ഭരതവും മാമനപുരം ബസ് റൂട്ടും കണ്ടു കഴിഞ്ഞാൽ അത് മോഹൻലാലിൻ്റെ കേപ്പബിലിറ്റി അല്ല ആ സിനിമകളുടെ വിജയം എന്ന് മനസ്സിലാക്കാൻ ആ 2 സിനിമകൾ തന്നെ ധാരാളമാണ്. അതായത് ഭരതത്തിൽ മോഹൻലാലിൻ്റെ ഏറ്റവും നല്ല വേർഷനെ കൊണ്ടുവന്ന് തരാനും വാമനപുരം ബസ് റൂട്ടിൽ മോഹൻലാലിൻ്റെ ഏറ്റവും മോശപ്പെട്ട വേർഷൻ കൊണ്ടുതരാൻ സാധിച്ചത് അതിൻ്റെ 2 സംവിധായകന്മാരുടെ മിടുക്കാണ്. പിന്നെ അതിന് പേയ്മെൻറ്റ് ചെയ്ത അവരുടെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അതിന് പേയ്മെൻറ്റ് ഇട്ട് കൊടുത്ത ആൾക്കാരുടെയും മിടുക്കാണ്. നമ്മളിലേക്ക് അത് എത്തിച്ചു കൊണ്ട് തന്ന മാധ്യമങ്ങളുടെയും മിടുക്കാണ്. അല്ലാതെ ലാൽ എന്ന് പറയുന്ന വ്യക്തിക്കല്ല. എന്നാൽ ലാലിക്കൊക്കെ ചെയ്ത ഒരു ചെയ്ത്ത് കണ്ടില്ലേ? സ്വന്തം പെങ്ങളെയോ സ്വന്തം മകളെയോ സ്വന്തം കുടുംബത്തിലുള്ളൊരു സ്ത്രീയെയോ ഇങ്ങനെ പച്ചയ്ക്ക് പിച്ച് ചിന്താൻ ആരെങ്കിലും ചെയ്യുമോ? അത് ചെയ്യാത്ത എന്ത് ആങ്കറിങ് ആണെന്ന് പറഞ്ഞാലും അയാൾക്കൊരു മതമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊരു കാര്യം പറയത്തില്ല എന്ന് പറയാനുള്ള നിലപാടില്ലായ്മ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ലാലിക്കച്ചി ഏറ്റവും കൂടുതൽ മോശമായ ഒരു ടേമാണ് ഇന്നലെ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. നമസ്കാരം അളിയ, വഴക്ക് തോന്നല്ലേ പ്ലീസ്. ബോച്ചെ കൗശലക്കാരനായൊരു സൂപ്പർ കുറുക്കനാണ്. അയാളുടെ മുൻകാല പ്രവർത്തികൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ, ഡൺ, ദാറ്റ്സ് ഇറ്റ്. അളിയ, ഇതിനകത്ത് രഘുചേട്ടൻ ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഗ്രൂപ്പ് ഒന്നടങ്കം അതിന് എഗൻസ്റ്റ് ആണ്, ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. എന്തായാലും ഞാനത് പബ്ലിക്കിലും കൂടെ പറയാം. രഘുരാമൻ എന്ന് പറയുന്ന സ്ത്രീപക്ഷവാദി ഇന്ന് നന്ദന എന്ന കുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നന്ദന എന്ന കുട്ടിയെ പറ്റി എന്തോ ഒരു പോസ്റ്റ് ആരോ ഇട്ടിരുന്നു. അതിൻ്റെ താഴെ പോയിട്ട് ഒരു വൃത്തികെട്ട ഭാഷ എഴുതി വെച്ചു. ആ പെൺകുട്ടിയോടുള്ള ദേഷ്യം കൊണ്ടാണ് എഴുതിയെന്നാണ് പുള്ളിയുടെ വാദം. അതായത് എരുമയുടെ മുഖവും കണ്ടാൽ ഒരു പിന്നെ വേഷലുക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്നടങ്കം അതിന് എഗൻസ്റ്റ് ആണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് എതിർക്കുന്നോ ഇല്ലയോ എന്ന് എനിക്കത് ചെറ്റത്തരായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ സുഹൃത്താണെന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടുണ്ട് ഈ ഒരു വിഷയത്തിൽ. അതുകൊണ്ട് അതിനകത്ത് മാപ്പൊന്നുമില്ല. ആ ഒരു കമൻറ്റ് അവിടെ കിടക്കുന്നിടത്തോളം നിങ്ങൾ ഞങ്ങളെ കൂടെ ഇല്ല എന്നാണ് അർത്ഥം. പ്രത്യേകിച്ച് അത് സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പാണ്. അതിനകത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം കൊണ്ടിട്ടാൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ആശയപരമായി ഞങ്ങൾക്ക് പലരുമായി പ്രശ്നങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്, തീർച്ചയാണ്. ഒരു തെറ്റും ചെയ്യാത്തൊരു പെൺകുട്ടിയെ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ, പ്രത്യേകിച്ച് നന്ദനയെ പറയുന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനാവും. ഞങ്ങളാരും നന്ദന ഫാൻസ് അല്ല, നന്ദനയെ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടവുമല്ല. പക്ഷേ ആ രീതിയിൽ അതിനെ കളിയാക്കിയതിനോട് ഞങ്ങൾക്കൊരു രീതിയിൽ യോജിക്കാൻ ഒക്കത്തില്ല കേട്ടോ. വാട്ട് രഘു സെഡ് വാസ് കറക്റ്റ്, സത്യമാണ്. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കമൻറ്റ് എവിടെയാണ് കൊണ്ടിട്ടതെന്ന് വെച്ചാൽ ആ കമൻറ്റ് കണ്ടെത്തി ഡിലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് ഗ്രൂപ്പിൽ കൊണ്ടിട്ടാൽ മാത്രമേ ഇനി നിങ്ങളവിടെ ഞങ്ങളോട് സംസാരിക്കുകയുള്ളൂ. നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുന്നില്ല, ബിക്കോസ് ഞങ്ങളെ സുഹൃത്തായതുകൊണ്ട് നിങ്ങളവിടെ ഇരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങളെ ഞങ്ങൾ പിടിച്ച് പുറത്തുവാക്കും. ബാക്കി ഒരു കാര്യം ഞങ്ങൾക്ക് കേൾക്കണ്ട. അതൊരു സ്ത്രീപക്ഷവാദിയുടെ വായിൽ നിന്ന് വരുന്ന വൃത്തികേടല്ല. ആ കൊച്ചിൻ്റെ മുഖം കണ്ട എരുമയെ പോലെ ഇരിക്കുന്ന, എരുമയുടെ ബാക്ക് പോലെ ഇരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ അതിനെതിരെ അപലപനീയമായ രീതിയിൽ ഒരുപാട് രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കല ഭയങ്കരമായിട്ട് അതിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. ആരുടെയും രാഷ്ട്രീയം അതിനകത്ത് വലിച്ചഴക്കേണ്ട, അത് കൃത്യമായിട്ടാണ് പറഞ്ഞത്. അത്തരം തോന്നിവാസങ്ങളൊന്നും ഞങ്ങളുടെ ഗ്രൂപ്പിൽ അനുവദിക്കുന്നതല്ല മിസ്റ്റർ രഘുരാമൻ. അത് ചെയ്യരുത്. അത് ഡിലീറ്റ് ചെയ്തിട്ട് താങ്കൾ വരിക, എന്നിട്ട് അളിയൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതിയാവും. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു പ്രിവിലേജായി യൂസ് ചെയ്തുകൊണ്ട് എന്ത് തോന്നിവാസവും ഗ്രൂപ്പിൽ പറയാമെന്നുള്ള താങ്കളുടെ തോന്നലിൽ ഞാനിവിടെ ഒരു അടി വരെ ഇടുന്നു, അണ്ടർലൈൻ. ഇന്നവിടുത്തെ പോയിന്റ്. ഇത് പ്രൈവറ്റായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളൂല, അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് പറഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും എൻ്റെ സോറി ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല മാൻ. ഐ ആം നോട്ട് ദ വൺ, ഐ നോ യു. പക്ഷേ അതുപോലെ അല്ലല്ലോ. ആ ഗ്രൂപ്പിൽ സോറി പറയുക, ആ കുട്ടികളോട് സോറി പറയുക, റിമൂവ് ദ കമൻറ്റ് ആൻഡ് കം ബാക്ക്. ഓക്കെ, വെള്ളം അടിച്ച വയറ്റി കിടക്കണം മനുഷ്യ, ആളുടെ തലയിലല്ല. എല്ലാവർക്കും എൻ്റെ ഈദൊക്കെ കഴിഞ്ഞല്ലേ, വിഷു ദിന ആശംസകൾ. ഇന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷു ആഘോഷിച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ ഉറക്കം എഴുന്നേക്കാത്തത് കൊണ്ടാണോ എന്ന അറിയത്തില്ല, എൻ്റെ മകൻ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റീൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു ഇന്ന് ഞങ്ങളുടെ വിഷു. സൂപ്പർ ഡൂപ്പർ. അപ്പം നമുക്ക് വൈകിട്ട് വീണ്ടും കാണാം. തൽക്കാലം വണക്കം സൊൽവത്ത് ഷെഫീന. ഒരു കാര്യം കൂടെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ എനിക്കൊരാഗ്രഹമുണ്ട് എബൌട്ട്
ദാറ്റ് സ്പെസിഫിക് ടോപ്പിക് വിച്ച് ഐ മെൻഷൻഡ്. എന്തായിരുന്നു അത്? ഈ വർഗീയത പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ നിമിഷപ്രിയ എന്നല്ല, കൊച്ചിൻ്റെ പേരാണ് മറന്നുപോയത്. ആ കുട്ടിയുടെ പേരാർക്കെങ്കിലും ഓർമ്മയുണ്ട? ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ആക്കി. നിങ്ങൾ പോയി ഇട്ടെടുത്തുനിന്ന് ഡിലീറ്റ് ആക്കി മനുഷ്യ. മറ്റേ നഴ്സ് കുട്ടി ഒരെണ്ണം പിന്നെ കിടക്കുന്നില്ലേ, 75 ലക്ഷം രൂപ ബ്ലഡ് മണി കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അതിനൊരു പിരിവുണ്ടായാലും തർക്കമൊന്നുമില്ല, കുറ്റമൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നാലും അവൾ ജയിലിൽ കിടക്കണമെന്നുള്ളതാണ് എൻ്റെ കാര്യം. ഹാപ്പി ബർത്ത്ഡേ മൈസെൽഫ്. ഓക്കെ ഷമീർ, ഹാപ്പി ബർത്ത്ഡേ. നൈം എന്താ? ആമിന, വന്ദനയുടെ കാര്യമല്ല, ഒരു യമനിയെ കൊന്നിട്ട് ജയിലിൽ കിടക്കുന്ന പെണ്ണുണ്ടല്ലോ, അവൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ആ കുട്ടിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. യമനിൽ കിടക്കുന്നു, ജയിലിൽ കിടക്കുന്നു, 75 ലക്ഷം രൂപ മോചനദ്രവ്യം കൊടുത്താൽ മാത്രമേ പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നൊരു ഇതില്ലേ, അതാണ് ഞാൻ ചോദിക്കുന്നത്. പേരറിയോ ആർക്കെങ്കിലും? റഹീമ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഭയങ്കരമായിട്ട് സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഏതായാലും ദിസ് ഈസ് മൈ ഒപ്പീനിയൻ, അത്രേ പറയാനുള്ളൂ. കമ്മൽ സൂപ്പർ, പൊട്ട് സൂപ്പർ ചേച്ചി, താങ്ക് യു സനൽ, താങ്ക് യു. ആമിന തന്നെ. നിമിഷപ്രിയ തന്നെയാണോ? ഓക്കെ, നിമിഷപ്രിയ. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നിമിഷപ്രിയ, അപ്പം ഞാൻ പേര് ആദ്യമേ കറക്റ്റ് തന്നെ പറഞ്ഞു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നിമിഷപ്രിയയെ ഇറക്കാൻ പോകാത്തതിനും മറ്റേ റഹീമിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കി ഇരുന്നതിനും. ചേച്ചി സോ ബ്യൂട്ടിഫുൾ, താങ്ക് യു. അപ്പോൾ അതിനും നിങ്ങളുടെ കമൻസ് എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. സോ നിങ്ങൾ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിടുന്നതായിരിക്കും. ബിക്കോസ് എനിക്ക് പൊതുജനം പറയണം, പ്രത്യേകിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ വ്യൂവേഴ്സ് എന്ത് പറയണമെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. എൻ്റെ ഒപ്പീനിയൻ തന്നെയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആ പെൺകുട്ടിക്ക് മോചനദ്രവ്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതിനകത്തൊരു പൊളിറ്റിക്സും ഇല്ല, ഒരു മതവുമില്ല. മറ്റത് മതമല്ല. ആക്ച്വലി ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടും ബോച്ചയുടെ ഒരു സ്ട്രാറ്റജിയാണ് അവിടെ വർക്ക് ചെയ്തത്. അതിനകത്ത് മതമൊന്നും ഉണ്ടായിട്ടല്ല. റഹീം അങ്ങനെ ഒരു ഭയങ്കര സംഭവമാണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ നീതി വേണം എന്ന് തോന്നി. അങ്ങനെ ഒരു കഥയും ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട്. അത് കേൾക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. പണ്ട് ഈ പിന്നെ പ്രവാചകൻ്റെ ഒരു തായ്വഴിയിലുള്ള ഒരാൾ ഒരു വധശിക്ഷയുടെ വിധി കേൾക്കാനായിട്ടിരിക്കുന്ന സമയത്ത് വധശിക്ഷ നിശ്ചയിച്ചു കൊടുക്കുന്നുണ്ട് ആൾക്ക്. അപ്പോൾ അയാൾക്ക് മരണത്തിന് മുമ്പ്, കൊല്ലപ്പെടുന്നതിന് മുമ്പ് അയാൾക്കൊരു ആഗ്രഹം സാധിച്ചു കൊടുക്കും. അപ്പോൾ ആഗ്രഹം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറയും, എനിക്ക് എൻ്റെ പേരൻറ്റിനെ ഒന്ന് പോയി കണ്ട് യാത്ര പറഞ്ഞു വരാനുള്ള അനുമതി വേണം എന്ന് പറയും. പേരൻറ്റ് കുറേ ദൂരെയാണ്. അപ്പോൾ ശരി, എന്നാൽ ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോ, പക്ഷേ നിങ്ങൾ പകരം ഒരു സാക്ഷി ഇവിടെ വെച്ചിട്ട് പോകണം. ഇനി നിങ്ങൾ വരാൻ വൈകിയാൽ ഞാൻ ഇയാളെ കൊന്നു കളയും, ഈ സാക്ഷിയെ കൊല്ലും. അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ്റെ അനുയായിയാണോ അതോ പ്രവാചകൻ്റെ മകനാണോ എന്ന് എനിക്കറിയത്തില്ല. മീൻസ് അവർ തായ്വഴിയിലുള്ള ഒരാളാണ്. അപ്പോൾ അയാളെ കൊല്ലുക എന്നുള്ളത് ചെറിയ കാര്യമല്ല കേട്ടോ. അപ്പോൾ അയാൾ പറയും, ശരി ഓക്കെ, ഞാൻ നിൽക്കാം, നിനക്ക് വേണ്ടി സാക്ഷി നിൽക്കാമെന്ന് പറയും. പറഞ്ഞ സമയത്ത് കഴിഞ്ഞിട്ടും മറ്റേ ആൾ തിരിച്ചു വരത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാളെ കൊല്ലേണ്ട ഒരു അവസ്ഥ വരും. എന്തായാലും പ്രവാചകനുയായാലും അത്രയും പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊല്ലുക എന്നുള്ളത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നിയമം അനുസരിച്ചിട്ട് അത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു സിനാരിയോ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു കൗതുകം തോന്നും. അയാൾ തിരിച്ചു വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വക്കാലത്ത് നിന്നു എന്ന് ചോദിക്കുന്ന അവസരത്തിൽ മറ്റേയാൾ ഓടിപ്പാഞ്ഞ് വരികയാണ്. തിരിച്ചു വരും, അയാൾ കൊന്നോളാൻ തന്നെ പറയും. പക്ഷേ ഇത് കണ്ടിട്ട് ന്യായാധിപൻ പറയുന്നത് രണ്ടുപേരെയും വെറുതെ വിടും. കാരണം രണ്ടുപേരും പരസ്പര വിശ്വാസം കീപ്പ് ചെയ്തു എന്നുള്ള ഒരിതിൽ ആ രണ്ടുപേരെയും വെറുതെ വിടുകയാണ് ചെയ്തത്. ഇതൊക്കെ അവരുടെ നിയമ സംഹിതകളും ന്യായവ്യവസ്ഥകളിലും നീതി വ്യവസ്ഥകളിലും ഒക്കെ എഴുതി വെച്ച സംഗതികളാണ്. അതിനകത്ത് പോലും ഇങ്ങനെയൊന്നുണ്ട്. ഈ 34 കോടി രൂപ അവർ വാങ്ങാതിരിക്കുന്നിടത്താണ് സൗദി എന്ന രാജ്യത്തിന് എല്ലാവർക്കും റെസ്പെക്റ്റ് തോന്നുക. ഇനി 34 കോടി രൂപ അവർ വാങ്ങി അവനെ പുറത്തേക്ക് വിടുമ്പോൾ സൗദി എന്ന ഒരു ഭീകര ഭരണകൂടത്തെയാണ് നമുക്കെല്ലാം മനസ്സിലാവുക. അപ്പോൾ ഇസ്ലാമിയർ അവരുടെ യൂണിറ്റി കാണിക്കാനാണ് ഇത് ചെയ്തതെങ്കിലും ഇസ്ലാമിയത്ത് എന്താണെന്നൊരു വൾഗാരിറ്റിയാണ് ആളുകളുടെ മുമ്പിൽ വെളിപ്പെടുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എനിക്കിതിന് ഭയങ്കര വിയോജിപ്പുണ്ട്. അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി ഇത് പറയുന്നത്. ഇത് പറയുന്ന രീതിയും ശരിയല്ലെന്ന് എനിക്കറിയാം. കുറച്ചുകൂടെ ശക്തമായിട്ട് പറയേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾക്ക് ക്ഷമിച്ചു കൊടുക്കാനുള്ള ഈമാൻ ഉണ്ടാകണം. അത്തരം ഈമാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ഒരു മതം ആ ഈമാനെ പറ്റി വാദോരാതെ സംസാരിക്കുന്നത് തെറ്റല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ പഠിച്ച ഇസ്ലാം ഇങ്ങനെയല്ല കേട്ടോ. ഞാൻ പഠിച്ച ഇസ്ലാമിൽ ഇതൊന്നുമില്ല, ഇങ്ങനെയല്ല. ക്ഷമ ഈമാൻ്റെ പകുതി എന്ന് പഠിപ്പിച്ച പിന്നെ ഇസ്ലാം
പണം വാങ്ങിയാൽ ആരെയും വിൽക്കാം, ആർക്കും എന്തും ആരെയും ചെയ്യാമെന്നാണെങ്കിൽ അവരുടെ വീട്ടിലുള്ള ഒരാളെയും കൂടെ കൊല്ലാൻ തരുമോ എന്ന് ചോദിക്കും. ഒരു 35 കോടി രൂപ ഞാനും പിരിച്ചു കൊടുക്കാം. സമ്മതമാണോ? തീർച്ചയായിട്ടും ഇത് മോശപ്പെട്ട ഒരു മെസ്സേജാണ് പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈം വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിന് ബോച്ച വക്രീകരിച്ചു. പാരലായ ഒരു ഗവൺമെൻറ് സംവിധാനം ഇവിടെ കൊണ്ടു നടക്കുന്നത് തീർച്ചയായിട്ടും എഗൻസ്റ്റ് ആകേണ്ട ഒരു കാര്യമാണ്. ആർക്കും ദഹിക്കാത്തൊരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. താങ്ക് യു സോ മച്ച്. വിൽ സീ യു സൂൺ. ബൈ. ചേച്ചി, യു ആർ റൈറ്റ്. താങ്ക് യു. എല്ലാ ദിവസവും ഒരു ലൈവ് ഒരു 3 times ഉണ്ടാകാറുണ്ട്. മോനെ വിശക്കുന്നടാ.